സാറ് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകനാണ്. അപ്പം അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നങ്ങൾ ഇപ്പം ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഇത് സാറിന് മാത്രമല്ല, ഈ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും കൂടി വരുന്നുണ്ട്. ഇപ്പം പുതിയ നടന്മാർക്ക് പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ പ്രശ്നം വരുന്നുണ്ട്. അത് എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ ഇങ്ങനെ ടാർഗറ്റ് ആവുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഒന്നാമത് ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല. എനിക്ക് പ്രത്യേക രാഷ്ട്രീയവും ഇല്ല. ഒരു കലാകാരന് രാഷ്ട്രീയം ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ആളും കൂടെയാണ് ഞാൻ. കാര്യം കലാകാരനൊരു പൊതു സ്വത്താണ്. അപ്പൊ എല്ലാ ആൾക്കാരും ഒരുപോലെ കാണേണ്ടതാണ്. എനിക്ക് രാഷ്ട്രീയമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഇപ്പം മമ്മൂട്ടിയുടെ പുറത്തല്ലല്ലോ പലതുപോലെ ആക്രമണങ്ങൾ വരുന്നില്ലേ? അതൊരു സോഷ്യൽ മീഡിയയുടെ, നേരത്തെ ജയം പറഞ്ഞ പോലെ, ഒരു പണിയില്ലാത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ? അപ്പം ഈ ചന്ദ്രൻ ഒതിച്ച് നിൽക്കുമ്പോൾ കുറെ നായ്ക്കൾ കുരയ്ക്കും. അത് കുരയ്ക്കട്ടെ, എന്നിട്ട് ചന്ദ്രൻ അവിടെ ഉദിക്കാതെ പോവാണോ? ഇല്ലല്ലോ, അത് ഉദിച്ചു നിന്നോളും. ഇവൻ കുരച്ചോണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഭാഗം കഴിക്കുമ്പോൾ കുര നിർത്തും. അത്രേ ഉള്ളൂ. അത് നമ്മൾ ആ വില കൊടുത്താൽ മതിയായിരുന്നു. നായുടെ വില കൊടുത്താൽ മതിയായിരുന്നു. അഭിമാനകരമായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇത് മായമ്മ എന്ന് പറയുന്ന ഒരു വിമൻ ഓറിയന്റഡ് മൂവിയാണെന്ന് സാർ പറഞ്ഞല്ലോ. അപ്പോ നമ്മുടെ ക്യാനിൽ ഇപ്പൊ അവാർഡൊക്കെ മേടിച്ച മൂവിയുടെ അവരുടെ ആ ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ സംസാരത്തിന്റെ സമയത്തൊക്കെ പറഞ്ഞു കേട്ടു, അത് പ്രൊഡ്യൂസറിനെയൊക്കെ അവർ സമീപിച്ച സമയത്ത് മൂവി വിമൻ ഓറിയന്റഡ് ആയതുകൊണ്ട് പലരും പുറകിലേക്ക് മാറിയ ചില അനുഭവങ്ങൾ ഉണ്ടായെന്നുള്ളത്. അതുപോലെ നമ്മുടെ മായമ്മയ്ക്ക് എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയപ്പോ ഉണ്ടായോ? വിമൻ ഓറിയന്റഡ് ആയിരുന്നു? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാല് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പുണർദ ആർട്സ് ഡിജിറ്റൽ എന്നുള്ളൊരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരു 8 പേര് അതിന്റെ ഭാരവാഹികളുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ആണ് ഇതിന്റെ ഫിനാൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്നെയാണ് അവർക്ക് വിശ്വാസം, എന്റെ വാക്കുകളാണ് അവർക്ക് വിശ്വാസം. അതിൽ കവിഞ്ഞ അവർക്കൊന്നുമില്ല. അപ്പം അതിന്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിന് ഇറങ്ങിയത്. അതുകൊണ്ട് ഞാനൊരു സബ്ജക്റ്റ് അവരുടെ അടുത്ത് പറഞ്ഞു. അവർ പറഞ്ഞു രമേശിന് വിശ്വാസം ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയമില്ല. സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ജാതി ചിന്താഗതികളെയൊക്കെ പ്രേക്ഷകർക്ക് മാറ്റി ചിന്തിക്കേണ്ടതായി വരുന്ന ഒരു മൂവിയാണോ? അങ്ങനെ നമ്മൾ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളോ, ഒരു വിഭാഗം ജാതി മോശമാണ് അല്ലെങ്കിൽ മറുവിഭാഗം ജാതി വളരെ കേമമാണ്, അങ്ങനെയുള്ള ഒരു രീതിയിലൂടെ നമ്മൾ ഈ സിനിമ കൊണ്ടുപോകുന്നില്ല. മീൻസ് ഒരു ജാതിയെയും നമ്മൾ മോശമാക്കുന്നില്ല, ഒരു ജാതിയെയും ഉയർത്തി കാണിക്കുന്നില്ല. പക്ഷെ ഇതിലെ കഥാപാത്രങ്ങള് ഒരു പുള്ളുക പെൺകുട്ടിയും ഒരു നമ്പൂതിരി യുവാവുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് അവരെ മോശക്കാരാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രീകരണവും ഇതിലുണ്ടായിട്ടില്ല. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഒരു 2 വ്യക്തി എന്നുള്ളതിൽ മാത്രം ആ കഥയെ കൊണ്ടുപോയിക്കൂടായിരുന്നു? എന്തിനാണ് ആ ഒരു 2 വിഭാഗത്തിന്റെ പേര് എടുത്ത് കാണിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മുടെ മനസ്സിലെ ഒരു കഥ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചിത്രീകരിച്ചു, അത്രയേ ഉള്ളൂ. ജൂൺ 7 റിലീസ് ആവുകയാണ്. കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് ഞാൻ നേരത്തെ 1-2 ഇടത്ത് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊള്ളട്ടെ, ചിത്രം കണ്ട് മാത്രമേ വിലയിരുത്താവൂ. ചിത്രം കാണുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന്റെ ട്രെയിലർ കണ്ടിട്ടോ പോസ്റ്റർ കണ്ടിട്ടോ റിവ്യൂ മുതലായ മോശമായിട്ടുള്ള റിവ്യൂ, പോസിറ്റീവായിട്ട് വേണമെങ്കിൽ എന്ത് വേണം ഇട്ടോളൂ, കുഴപ്പമില്ല. മോശമായിട്ടുള്ള റിവ്യൂ ഇട്ട് ചിത്രത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവരുത് ആരുടെ ഭാഗത്തുനിന്നും. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വ്യാജമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി നമ്മുടെ മാനസികാവസ്ഥയെ ഒരു ദോഷം ചെയ്യരുത്. എല്ലാവരും ചിത്രം കാണുക, കണ്ടതിന് ശേഷം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ഇടാം. നല്ലതായാലും ചീത്തയായാലും. മോശമായിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവും. നല്ലതാണെങ്കിൽ പ്രചോദനമാകും, സന്തോഷം ഉണ്ടാവും. അങ്ങനെ ചെയ്യുക. അല്ലാതെ അതിന്റെ സത്യാവസ്ഥകൾ അറിയാതെ ഒന്നിനും പ്രതികരിക്കാതിരിക്കുക. എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക. അതാണ് എനിക്ക് പറയാനുള്ളത്.